എറണാകുളം പാണിയേലി പോരിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. ഇന്നലെ രാത്രിയാണ് 9 ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി വന്നത്. വിഷ്ണു സുരേഷ് ചേരുന്ന വിവരങ്ങളുമായി. യഥാർത്ഥത്തിൽ രാത്രിയിൽ 9 ആനകൾ രാത്രിയുടെ മറവിൽ ഇറങ്ങി വന്നു എന്നാണ് ഇപ്പോൾ ടോർച്ചടിച്ച് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടല്ലോ. അപ്പോൾ വിഷ്ണു സുരേഷ് പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എറണാകുളത്തിന്റെ മലയോര മേഖലകളിലും വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലും ശക്തമായ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ പാണിയേലി പോരിലാണ് ഏകദേശം 9ഓളം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. വായനശാലയ്ക്ക് സമീപം ഇവർ എത്തി. നാട്ടുകാർ പറയുന്നത് ജനവാസ മേഖലയിൽ ഇപ്പോഴും കാട്ടാനകൾ ഉണ്ട് എന്ന് തന്നെയാണ്. പക്ഷേ വനംവകുപ്പ് ഇതിനെ തുരത്തുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. പെരുമ്പാവൂരിൽ മാത്രമല്ല, മലയാറ്റൂർ ഇല്ലിത്തോട് പ്രദേശത്തും കാട്ടാന ശല്യം രൂക്ഷമാണ്. ഇന്നലെ ഈ കാട്ടാനകൾ റോഡിലേക്ക് ഇറങ്ങി വന്ന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചിരുന്നു. ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ഏറെ പണിപ്പെട്ടാണ് ഇവരെ കാട്ടിലേക്ക് ഓടിച്ചത്. വനത്തിന്റെ ആ പ്രദേശത്ത്, അതായത് റോഡിനോട് ചേർന്ന ഭാഗത്ത് തന്നെ ഇവർ ഇപ്പോഴും ഉണ്ട്. ഇവരെ ഉൾവനത്തിലേക്ക് തുരത്തുന്നതിന് വേണ്ടി ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് നിലവിൽ വനംവകുപ്പ്. ഒരുപക്ഷെ ഇന്ന് തന്നെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഏകദേശം 15ലധികം കാട്ടാനകളാണ് ഈ മലയാറ്റൂർ മേഖലയിൽ വന്ന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഇത് അവിടുത്തെ കർഷകർക്കുൾപ്പെടെ കടുത്ത നാശനഷ്ടങ്ങൾക്ക് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയോര മേഖലകളിൽ ഈ വന്യജീവി പ്രശ്നങ്ങൾ, എറണാകുളത്തെ മലയോര മേഖലയിൽ വന്യജീവി പ്രശ്നങ്ങൾ തുടർക്കഥയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.